എത്ര ആൾക്കാർ നമ്മളെ ആശ്രയിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ ഞാൻ കഴിക്കാൻ വന്നപ്പോ എനിക്ക് സമൃദ്ധിക്കാര് കഞ്ഞിയെങ്കിലും കിട്ടി. ഇവിടെ നമുക്ക് 10,000-ന് മേലെ നമ്മള് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ സാഹചര്യം മൂലം ഇന്ത്യയിലുടനീളം കൊമേഴ്ഷ്യൽ ഗ്യാസിനുള്ള ലഭ്യതക്കുറവിന്റെ ന്യൂസുകൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കേട്ടതാണ്. ഇതിന്റെ പേരിൽ കേരളത്തിൽ കൊച്ചിയിൽ തന്നെ പല കടകളും അടച്ചിരുന്ന സാഹചര്യങ്ങളുണ്ടായി. അവിടെയാണ് കുടുംബശ്രീ നടത്തുന്ന സമൃദ്ധി വേറിട്ട് നിൽക്കുന്നത്. ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലെങ്കിൽ എന്താ, വിറകടുപ്പില്ലേ എന്നൊരു കോൺസെപ്റ്റിലേക്ക് വന്ന് അടുത്ത ദിവസം മുതൽ വിറകടുപ്പിലാണ് ഇവർ പാകം ചെയ്ത് നല്ല ഭക്ഷണം ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗ്യാസ് സിലിണ്ടർ ഇല്ലാത്തത് കൊണ്ട് വിറകടുപ്പിലേക്ക് തിരിച്ചു പോയി കുക്ക് ചെയ്യാന്നുള്ള ഒരു ഐഡിയ വന്നത്? ഇപ്പൊ നമ്മുടെ ഹോട്ടലുകളൊക്കെ എല്ലാം അടച്ചു പോയല്ല. ഇപ്പൊ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നുള്ളത്, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു കടമയാണ്. അങ്ങനെയാണ് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിറകടുപ്പിലൂടെ ഭക്ഷണം കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രിയോടെ അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വിറകടുപ്പില് ഇത്രയും പേർക്ക് പാകം ചെയ്യുക എന്ന് പറയുന്നത് വളരെ കഠിനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് സമ്മതിച്ചതാണോ? എങ്ങനെയാണ് ഇനിഷ്യേറ്റീവ് തുടങ്ങിയത്? ഞങ്ങളിത് ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ഞങ്ങള് വളരെ പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ ഈ ജോലിയിലോട്ട് കടന്നു വന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാം ഞങ്ങൾ നിലനിന്ന് പോകണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് തുടരും. ഞങ്ങൾ ഒരിക്കലും ഇത് നിർത്തിവെക്കില്ല. സാധാരണയായിട്ട് ഈ സമയത്ത് ഇവിടെ മൊത്തം പാകം ചെയ്യുന്ന സമയമായിരിക്കും. ഇപ്പൊ ഇതെല്ലാം അണഞ്ഞു കിടക്കുകയാണ് അല്ലേ? 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു അടുക്കളയാണ്. ഇപ്പൊ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളെ നമ്മള് ഉള്ള ഗ്യാസിന്റെ പരിമിതി കൊണ്ട് കുറച്ച് സാധനങ്ങളെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളു. നാളെ തുടങ്ങി നമ്മൾ വിറകടുപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെയും പിടിച്ചു നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ബിരിയാണി സെക്ഷനാണിത്. ഇത് 2 ദിവസമായിട്ട് നിർത്തി വെച്ചേക്കണേണ്. ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. നാളെ മുതൽ നമ്മൾ വിറകടുപ്പിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഇവിടെയൊക്കെ ആൾക്കാർ ഒഴിഞ്ഞ സ്ഥലം ഉണ്ടാവില്ല, എല്ലാവരും സജീവമായിരിക്കും എപ്പോഴും. പക്ഷെ ഇപ്പോഴൊക്കെ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്, കാരണം ഗ്യാസ് ഇല്ലായ്മ തന്നെ. അപ്പൊ സാധാരണയായിട്ട് ഇത് മൊത്തം ബിരിയാണി ഇപ്പൊ ഉണ്ടാക്കി എല്ലാവർക്കും വിളമ്പാനുള്ള സമയമാവും. ഇന്ന് പക്ഷെ അങ്ങനെ ആയിട്ടില്ല. ഒരു 9:30 മണിയാകുമ്പോൾ നമ്മുടെ ബിരിയാണി എല്ലാം സെറ്റ് ആകുന്ന സമയമാണ്. പക്ഷെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പുറത്താണെങ്കിൽ നമ്മൾ നോൺ വെജിന്റെ സെക്ഷനാണ്. ബീഫ്, ചിക്കൻ എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. മീനെല്ലാം അതും നമ്മൾ കുറഞ്ഞുള്ള ഗ്യാസ് കൊണ്ട് കുറഞ്ഞ രീതിയിലാണ് ഇന്ന് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. നാളെ മുതൽ നമുക്ക് അതിനുള്ള ഗ്യാസും ഇല്ല. പുറത്ത് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാനാണ് തീരുമാനിച്ചത്. അപ്പം നാളെ അടുപ്പില് ഇത് ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബിരിയാണിയും അടുപ്പില് ഉണ്ടാക്കാൻ തുടങ്ങാനാണ് നിങ്ങളുടെ തീരുമാനം? ബിരിയാണിയും ഉണ്ടാക്കും. നോൺ വെജിന്റെ കുറച്ച് ഐറ്റംസ് ആദ്യം ചെറുതായിട്ട് തുടങ്ങി പിന്നീട് അതെല്ലാം ഫുള്ളാക്കാനാണ് തീരുമാനം. എന്നാലും നമുക്ക് ലൈവ് ഐറ്റംസ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. പുട്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് അല്ലേ, പൂരി, അതൊക്കെ നമുക്ക് നിർത്തിവെക്കേണ്ടി തന്നെ വരും. അപ്പം എത്രത്തോളം നിങ്ങളുടെ ശതമാനം നോക്കുകയാണെങ്കിൽ എത്ര ശതമാനം സാധനങ്ങൾ ഐറ്റങ്ങളായിരിക്കും നിർത്തി വെക്കേണ്ടി വരും ആളുകൾക്ക് ഇപ്പം വിളമ്പുന്നത്? നമുക്കിപ്പോ ബീഫൊക്കെ വേവാൻ ഒരുപാട് സമയം വേണ്ടി വരും. അപ്പൊ അതൊക്കെ നമുക്ക് നിർത്തേണ്ടി വരുമെന്നാണ് പറയണത്. പിന്നെ കക്ക അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ഒരുപാട് മൂവിങ്ങുള്ള ഐറ്റംസ് ആണ്. ചിക്കൻ്റെ ഐറ്റംസ് ആണെങ്കിലും എന്നാലും നമ്മൾ വൈകുന്നേരങ്ങളിൽ 2 കറി കൊടുക്കാൻ, മുട്ടക്കറി, ചിക്കൻ കറി അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബിരിയാണി പയ്യെ അത് സ്റ്റാർട്ടാക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. സാധാരണയായിട്ട് ഒരു ദിവസം എത്ര പേർക്കായിരിക്കും ഇവിടെ ആഹാരം ഉണ്ടാക്കണം? ഇവിടെ നമുക്ക് 10,000-ന് മേലെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ 5 ക്യാൻറ്റീൻ ഉണ്ട്. അവിടെയൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോ ഇപ്പൊ വിറകടുപ്പിൽ വെക്കുമ്പോഴത്തേക്കും എത്ര പേർക്ക് വിളമ്പാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്? സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരു 5,000-6,000 എങ്കിലും കൊടുക്കണം. ശേഷം പിന്നെ നമുക്ക് പതിയെ കൂട്ടിക്കൊണ്ട് വരാമെന്നാണ് തീരുമാനിക്കണം. പാത്രങ്ങളുടെ കുറവുണ്ട്. നമുക്ക് പാത്രങ്ങളൊക്കെ നമ്മൾ റെന്റിന് എടുത്തിട്ടായിരിക്കും ചെയ്യണത്. ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടുന്നത് ഇപ്പോഴും അനിശ്ചിതത്തിലാണല്ലോ. ചിലപ്പോൾ കിട്ടാണ്ടിരിക്കാൻ സാഹചര്യം എന്ത് വേണോ ആവാം. അപ്പോൾ ഇനി കിട്ടുന്നത് വരെ എത്ര നാളാണെങ്കിലും ഇത് അടുപ്പിൽ വെച്ച് വേവിക്കാൻ തന്നെയാണ് തീരുമാനം? അങ്ങനെ തന്നെയാണ് തീരുമാനം. വെച്ചാൽ നമുക്ക് ഭക്ഷണം കൊടുത്തേ പറ്റൂ. എല്ലായിടത്തും ഭക്ഷണം കൊടുത്തേ പറ്റും. ഞങ്ങളിവിടെ ഒരു ഹർത്താൽ വന്നാൽ പോലും ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കാറില്ല. ഞങ്ങളിവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും പാക്ക് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അതേപോലെ തന്നെ വിറകടുപ്പിൽ ചെയ്ത് കൊടുക്കാൻ തന്നെയാണ് തീരുമാനം. വിറകടുപ്പിൽ എടുക്കാമെന്നുള്ള തീരുമാനം വരുമ്പോഴത്തേക്കും എല്ലാ ജോലി ചെയ്യുന്നവരും ഒരുപോലെ തന്നെ ആ തീരുമാനത്തിന് യോജിക്കുന്നുണ്ട്. കാരണം നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ. എത്ര ആൾക്കാർ നമ്മളെ ആശ്രയിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഗ്യാസ് ഇല്ല എന്നൊരു കാരണം കൊണ്ട് അത്ര ആൾക്കാർക്ക്
ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് കുറച്ച് ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനമാണ്. നമുക്ക് നിർത്താൻ പറ്റില്ല. അതിന്റെ പേരിൽ അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കുകയാണ്. ഒന്നിൽ കൊച്ചിയിലെ ഹോട്ടലുകളെല്ലാം ഇപ്പം അടച്ചു പൂട്ടാണ്, അല്ലെങ്കിൽ എല്ലായിടത്തും വില കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ സമൃദ്ധിയിൽ എങ്ങനെയായിരിക്കും? വില കൂട്ടാനാണോ സാധ്യത? എങ്ങനെയാണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ നിലവിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ സാധാരണ വിലയിൽ തന്നെ തുടരും. കാരണം സമൃദ്ധി ഏറ്റവും കൂടുതൽ ആളുകൾ കയറി വരുന്നതിനൊരു കാരണം വിലയാണല്ലോ നിങ്ങളുടെ. അതെ, വില കുറവായതുകൊണ്ട് തന്നെയാണ്. പിന്നെ രുചികരമായ ഭക്ഷണമാണ്, അതുകൊണ്ട് അതും ഒരു ഘടകം തന്നെയാണ്. പക്ഷെ നിലവിൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. പഴയ വില തന്നെ തുടരും. ഇവിടുന്ന് ചേച്ചി സ്ഥിരമായിട്ട് കഴിക്കുന്നതാണോ? ആ. ഈ ഗ്യാസിന്റെ ലഭ്യതക്കുറവ് കാരണം ഒരുപാട് ഹോട്ടലുകൾ അടച്ചിടുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് സമൃദ്ധി വിറകടുപ്പില് വെച്ചും ആൾക്കാർക്ക് വിളമ്പാൻ തയ്യാറായി. അവര് അതെങ്കിലും ചെയ്യുന്നുണ്ട് സമൃദ്ധിക്കാര്. ഇപ്പൊ എനിക്ക് ഇവിടെ ഞാൻ കഴിക്കാൻ വന്നപ്പോ എനിക്ക് സമൃദ്ധിക്കാര് കഞ്ഞിയെങ്കിലും കിട്ടി. നമുക്ക് അത് തന്നെ വലിയ ഉപകാരം. അതും അവര് നമ്മുടെ തൃപ്തിക്കനുസരിച്ച് തന്നിട്ടുണ്ട്. പിന്നെ നല്ല ഹൈജീനിക്കാണ്, നല്ല ഫുഡ് തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ ഒന്നുമില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇഡലി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ ഇപ്പൊ അവര് വിറകിലാണെങ്കിലും നമുക്ക് മാക്സിമം അവര് നമ്മളോട് സഹകരിച്ച് നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യം. താങ്ക് യു. ഗ്യാസിന്റെ ലഭ്യതയെ തുടർന്ന് കൂടുതൽ ഹോട്ടലുകളും ഹോസ്റ്റലുകളും അടച്ചിരുന്ന ഈ സാഹചര്യത്തിലാണ് പഴയ വിറകടുപ്പിലേക്ക് തിരികെ പോയി സമൃദ്ധി ആളുകൾക്ക് നല്ല ഭക്ഷണം വിളമ്പാൻ ഉദ്ദേശിക്കുന്നത്. Subscribe to One India and never miss an update.